വെൽക്കം ബാക്ക് ടു റിയാസ് വ്ലോഗ്സ്. ഇന്നൊരു യാത്രയിലാണ്. കോഴിക്കോട് പേരാമ്പ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് അമ്മേൻ്റെ ഒരു കുടുംബക്ഷേത്രം ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് തൊഴാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മയുടെ കുറച്ച് റിലേറ്റീവ്സ് ഉണ്ട്. അമ്മയുടെ സിസ്റ്റർ വീട് കൊയിലാണ്ടിയാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവരെയൊക്കെ പിക്ക് ചെയ്ത് പിന്നെ അതിന് ശേഷമാണ് ഈ പേരാമ്പ്ര പോകുന്നത്. ശരിക്കും അമ്മയുടെ സ്വദേശം വടകരയാണ്. പക്ഷേ ഈ കുടുംബക്ഷേത്രം അവിടെ ആയതുകൊണ്ട് പിന്നെ അവിടെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ആയിട്ട് അമ്മയുടെ സിസ്റ്ററുടെ മകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി കുടുംബക്ഷേത്രവും പിന്നെ പേരാമ്പ്ര നല്ല സ്ഥലമാണല്ലോ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ ടാക്സി വന്നു. ഇന്നോവയാണ്, കാരണം ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഇന്നോവയാണ് വിളിച്ചത്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടോ. ബൈപ്പാസ് വഴിയാണ് പോകുന്നത്. ഇങ്ങനെ FM പാട്ടും കേട്ട് നമ്മളെ റോഡും വലിയ ട്രാഫിക് ഇല്ലാതെ പോവുകയാണെങ്കിൽ അതൊരു വല്ലാത്തൊരു ഫീലാട്ടോ ആ യാത്ര. പാട്ടുകളൊക്കെ, പഴയ പാട്ടുകളൊക്കെ FM കേട്ടിട്ട് നമ്മളിങ്ങനെ സ്മൂത്തായിട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ അതൊരു പ്രത്യേക സുഖമാണ്. ആ സമയത്ത് നമുക്ക് വേറെ യാത്രയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പാട്ടും കേട്ട് സുഖമായിട്ട് പോവാം. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എല്ലാവരും എൻജോയ് ചെയ്യാറില്ലേ? ഞങ്ങളങ്ങനെ ഇപ്പോൾ കൊയിലാണ്ടിയുള്ള വീട്ടിലെത്തി, ഞങ്ങളുടെ ഇളയമ്മൻ്റെ വീട്ടിലെത്തി. അമ്മയുടെ സ്വാഗതം. ഇതെൻ്റെ ഇളയമ്മയാണ്, അമ്മയുടെ അനിയത്തി. ഇത് അമ്മയുടെ ചേച്ചി. ആ സ്മിതേനെ വരുന്നവ കാണുന്നുണ്ട്. ഇത് അമ്മയുടെ ഏടത്തീൻ്റെ മോളാണ് സ്മിത ചേച്ചി. ചേച്ചി ബോംബെയിലാണ്. ഒരു ഹായ് പറഞ്ഞേക്ക്. ഇത് ആസ് യൂഷ്വൽ എൻ്റെ സിസ്റ്റർ. കേൾക്കാം. ഇതാണ് വീട്. അപ്പോൾ ഒരു ഹോം ടൂറും കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെൻ്റെ ഇളയച്ചൻ, ശ്രീധർ ഇളയച്ചൻ. ബാങ്ക് മാനേജറായിട്ട് റിട്ടയർഡ് ചെയ്തതാണ് അല്ലേ? ഒരു ഹായ് കൊടുത്തോ ശ്രീധർ ഇളയച്ചൻ. കൊയിലാണ്ടി കൊല്ലം അല്ലേ? ഇതിലാമേത് എവിടെയാ? കൊയിലാണ്ടി കൊല്ലത്തല്ലേ? ആ, ലിവിങ് സ്പേസ് കഴിഞ്ഞ് കിച്ചണിലൊക്കെ തിരക്കിട്ട പണിയായതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് വേണം പേരാമ്പ്ര പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മേലെ എന്താ ചോദിച്ചാൽ ഒരു തുണിയൊക്കെ ആറിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഇവരുടെ കുട്ടികളൊന്നുമില്ല. ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ ഇവരാണ് ഫാമിലി, ഫുൾ ഫാമിലിയാണ്. അപ്പോൾ രണ്ടാമത്തെ മോനെ, അവർക്ക് ഒരു മോളും കൂടി ഉണ്ട്. ആ മോളിതിലില്ല കേട്ടോ. ഇതാണ് ഫാമിലി. ഇതൊരു ചെറുപ്പത്തിലുള്ള ഫോട്ടോ ഉണ്ട്. ഒരു ബെഡ്റൂം. ഇത് കൊള്ളാം. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്. ഇപ്പം എല്ലാ വീട്ടിലും മഴ കാരണേ എല്ലാ വീട്ടിലും അകത്ത് തുണി വിരിച്ചിടും. ഇതൊരു സിറ്റൗട്ടാണ്. നല്ല സ്ഥലമല്ലേ? ഞാൻ പറഞ്ഞ നല്ല ഈ ഭാഗവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട്. താഴത്തെ നിലയിലുള്ളൊരു ബെഡ്റൂം അത്. ഗീതലാമേൻ്റെ വ്ളോഗൊക്കെ ചെയ്യാൻ ഗീതലാമേൻ്റെ മുടി എക്സ്റ്റെൻഡ് ചെയ്തതാണ് അല്ലേ ഗീതലാമേ? അടിപൊളി. ഞങ്ങളിന്ന് പുറത്ത് പോയിട്ട് ഇവരെ കൂടെ ഒന്നിച്ച് എല്ലാവരും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷെ പെട്ടെന്ന് എനിക്കൊരു അസൗകര്യം വന്നുകൊണ്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തൽക്കാലം തട്ടിക്കൂട്ടി ഒരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചതാണ്. ഒന്നുമില്ല, പയറും ക്യാരറ്റും കൂടിയുള്ളൊരു പെരിയുണ്ട്. പിന്നെ ഇത് ഞാൻ ചേമ്പ് മോരൊഴിച്ച് വെച്ചിട്ടുള്ള കറിയാണ്.
പിന്നെ നല്ല ഫ്രഷ് മീനുണ്ടായിരുന്നു. നല്ല മീൻ കിട്ടും. അപ്പോൾ അതൊന്ന് ഞാൻ മുളകിട്ട് അങ്ങനെ വെച്ച്, പിന്നെ ഒരു ചോറും പിന്നെ കുറച്ച് തൈരുണ്ട്. അത് ആണ് ഇന്നത്തെ ഭക്ഷണം. നിങ്ങളൊന്നും ഇല്ലല്ലോ പരിപാടിക്ക്? ഞാനിന്നില്ല, എനിക്ക് അങ്ങനെ വിഷമമുണ്ട് വരാൻ പറ്റാത്തതിൽ. പക്ഷെ കരയുന്നില്ല. ഞങ്ങൾ ചില്ല് ചെയ്തിട്ട് വരാം. അതെ, നിങ്ങളാക്കിയിട്ടൊക്കെ വരി. ഇതിൻ്റെ എല്ലാം എനിക്ക് വീഡിയോയിൽ കാണാമല്ലോ ഇതൊക്കെ. ഇവിടെ പൂജാ റൂം കേട്ടോ. ഈ ഷോക്കേസ് നിറച്ചുണ്ട്. ആ, നിങ്ങൾ എവിടേക്കോ പോയില്ലേ? ഏതൊക്കെയാ അതൊക്കെ? എവിടെ? സിംഗപ്പൂർ, മലേഷ്യ. ഇവര് നന്നായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട്. മലേഷ്യത്തല്ലേ ഇത്? പിന്നെ സ്വിറ്റ്സർലാൻഡ്, പിന്നെ പാരീസ്, ഈഫൽ ടവർ. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഇവിടെയെല്ലാം പോയിട്ടുണ്ട്. ജെറുസലേം, അവിടെ നിന്നെല്ലാം കൊണ്ടുവന്ന കല്ലുകളൊക്കെ. ഇത് അജന്ത എല്ലോറന്ന് കൊണ്ടുവന്നത്. ഇതൊക്കെ ജെറുസലേമിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് കണ്ടില്ലേ, ഇതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കല്ല് ഇത് ജെറുസലേം പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നു. ഈ കല്ല് ഇതിങ്ങനെ കട്ട് ചെയ്താൽ ഇതിൽ ഇങ്ങനെ ഒരു മാർക്ക് എങ്ങനെ? ഓക്കെ ഓക്കെ. കട്ട് ചെയ്താലും കല്ല് കട്ട് ചെയ്താൽ ആ മാർക്ക് വരും അല്ലേ? ഒരു ഡിസൈൻ പോലെ. അടിപൊളി. ഇത് എവിടെ നിന്ന് വാങ്ങിയതാ? ഇത് നമ്മൾ ജെറുസലേം, ഇസ്രായേൽ അങ്ങനെയുള്ള ടൂറുമില്ല. ഇപ്പൊ എത്ര സ്ഥലം കണ്ട്? ഞങ്ങള് എത്രയായിരുന്നു? 22 ആണോ? ഇപ്പൊ ലേറ്റസ്റ്റ് പോവല്ലേ? ടോട്ടൽ എത്ര ഉണ്ട്? എവിടേക്കാണ് പോയത്? ഞങ്ങൾ ഫസ്റ്റ് പോയത് സിംഗപ്പൂർ, മലേഷ്യ, ശ്രീലങ്ക, പിന്നെ ജർമ്മനി, യൂറോപ്പ്, ജർമ്മനി, പാരീസ്, പിന്നെ സ്വിറ്റ്സർലൻഡ്, പിന്നെ പോയത് ഹോങ്കോങ്, തായ്ലൻഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കാൻഡിനേവിയൻ 8 രാജ്യങ്ങൾ. പിന്നെ അത് പിന്നെ ഒരിക്കലും മണ്ണിൻ്റെ കൂടെ കംബോഡിയ, ബാലി. പിന്നെ അത് കഴിഞ്ഞ് ചൈന. കൊയിലാണ്ടിയിലൊരു ഹുക്ക നിർമ്മിക്കുന്നൊരു പേര് കേട്ടതാണ് കൊയിലാണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ അവർ ഹുക്ക നിർമ്മിക്കുന്നത് അവരോട് പറഞ്ഞിട്ട് ഏകദേശം ഇങ്ങനെയുള്ള മോഡലിലൊക്കെയാണ് അവരുണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു ഫ്ലവർ വൈസിൻ്റെ മോഡലിൽ അവിടുന്ന് അവരോട് പറഞ്ഞിട്ട് അവർ ചെയ്ത് തന്നതാണ്. ഇത് ഫ്ലവർ വൈസാണ്. പക്ഷേ ഇത് ഈ മെറ്റീരിയൽ കൊണ്ടൊക്കെയാണ്. ഇത് ചിരട്ടയാണ്, ചിരട്ടയല്ല. അതായത് തേങ്ങ പൊതിച്ചിട്ട് അത് ഫുള്ളായിട്ട് ഇങ്ങനെ ഉള്ളിലുള്ളത് ഇങ്ങനെ ചിരട്ട ഇങ്ങനെ വെച്ചിട്ട് അവർ പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ചെയ്തിട്ടാണ്. പിന്നെ ഇതിൽ നിന്നിങ്ങനെ ഈ സൈഡിൽ പൈപ്പൊക്കെ ആക്കിയിട്ടാണ് ഈ ഹുക്ക ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഫ്ലവർ വൈസിൻ്റെ മോഡൽ അങ്ങനെ. ഇത് മോൻ്റെ കല്യാണത്തിന് ഗിഫ്റ്റ് കിട്ടി. കുറേ വിവരണങ്ങൾ കിട്ടി. കുറേ യാത്ര ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടി. ചായയൊക്കെ കുടിച്ചിട്ട് ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ പേരാമ്പ്രയ്ക്ക്. അപ്പോൾ ഇളയമ്മേൻ്റെ വീട്ടിൽ നിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. കാരണം പുള്ളിക്കാരത്തിക്ക് എന്തോ ഗസ്റ്റുള്ളതുകൊണ്ട് പറഞ്ഞല്ലോ, ഗസ്റ്റുള്ളതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ. ഇനി ഞങ്ങൾ നേരെ പേരാമ്പ്രയ്ക്ക്. പോണ വഴിക്ക് നല്ല നല്ല കാഴ്ചകളുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ ഒന്ന് കാണാം. പോണ വഴിക്ക് നിനക്ക് നല്ലൊരു പുഴ കാണാമെന്ന് ഇളയമ്മ പറഞ്ഞപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. നല്ല മനോഹരമായൊരു പുഴ. ഈ പുഴ കടന്നിട്ട് വേണം നമുക്ക് പേരാമ്പ്ര ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ആ സമയത്ത് മേഘങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നല്ലൊരു ഭംഗി. പിന്നെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ വന്നിട്ട് നാട്ടിലെത്തുമ്പോൾ ഒരു പുഴയൊക്കെ കാണുമ്പോൾ ഒരു സുഖമാണ്. അപ്പം അങ്ങനെ ഈ മനോഹര കാഴ്ച കണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ തന്നെയുള്ളൊരു കടവ് റെസ്റ്റോറൻറ്റിൽ, ഒരു ഹോട്ടലിൽ വന്നതാണ്. നാടൻ ഊണ് ഇവിടെ കിട്ടുന്നുണ്ടപ്പോൾ കടവ് പറയുന്നൊരു കടയാണ്. നാടൻ ഊണാണ് ഞങ്ങൾ പറഞ്ഞത്. മീൻ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മീനും പറയാമെന്ന് വെച്ചു. മീൻ എന്താ ഉള്ളത് സ്പെഷ്യൽ? ആവോലിയോ? ചെറിയ ആവോലിയോ? വേറെ ഒന്നുമില്ല? ചിക്കൻ്റെ ആണോ? ആ, എന്താ വേണ്ടേ? മീൻ, അച്ചാറ്, ഉപ്പേരി, പച്ചടി, പിന്നെ വേറെന്തോ ഒരു കറിയുണ്ട്. നോക്കിയില്ല.
3 മീനും വേണേ. ഫിഷ് ഫ്രൈ, ആവോലി. ആ സാമ്പാർ. ആ മീൻ കറി. ആവോലി, ചെറിയ ആവോലി. ആവോലിയും കൂട്ടിയിട്ട് ഒരു പിടി പിടിക്കാം. ഊണ് കഴിഞ്ഞിട്ട് വേഗം ഞങ്ങൾക്ക് പേരാമ്പ്ര എത്തണം. തിരിച്ചും വരണ്ട, രാത്രി ആവുന്നതിന് മുമ്പ് തിരിച്ചു എത്തേണ്ടതാണ്. അപ്പോൾ ബാക്കി പേരാമ്പ്ര വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും എല്ലാവർക്കും ബൈ.